ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 206. ഇന്ന് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന 55ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ്. ഇതിൽ നമ്മൾ ഇന്ന് 30-ൽ 9-ഉം 10-ഉം മന്ത്രങ്ങളാണ്, 2 മന്ത്രങ്ങൾ നോക്കിയാണ്. അപ്പം ഇതിലൂടെ പറയാൻ പോകുന്നത്, നമ്മൾ സാധാരണ കേൾക്കാം, ഈ ജീവിതം എന്ന് പറയുന്നത് അർത്ഥമൊന്നുമില്ല, ജീവിതത്തിൻ്റെ ശരിയായ ലക്ഷ്യം ആത്മീയ പ്രഭാഷണങ്ങളിലെല്ലാം പറയുന്നത് കേൾക്കുന്നതാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മസാനാണ്, ബ്രഹ്മ സാക്ഷാത്കാരമാണ്, ആത്മീയതയാണ്, അതിലേക്ക് തിരിയണം എന്നെല്ലാം പറയുന്നത് നമ്മൾ കേൾക്കാം. ഈ നചികേതസിൻ്റെ കഥ തന്നെ വെച്ചുകൊണ്ട് പറയും, ഇതെല്ലാം മിഥ്യയാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം എന്നെല്ലാം ഫൈനലായിട്ട് പറഞ്ഞു പോവുക. പക്ഷെ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളുള്ളത്. നമ്മളെ സൃഷ്ടിച്ചത് കർമ്മങ്ങൾ ചെയ്യാനാണ്. ആ കർമ്മം ചെയ്യുമ്പം ഈ മായാലോകത്തിലാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത്. നമ്മൾ ജനിപ്പിക്കുന്ന മായാലോകത്തിലാണ്. അതൊരു സുന്ദരമായ ലോകമുണ്ടാക്കിയിട്ടൊരു നല്ലൊരു അവസാനം സുന്ദരമായ ഒരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വസുദേവ കുടുംബത്തിൽ. അപ്പം പടിപടിയായിട്ടാണ് അത് ചെയ്യുന്നത്. നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ കൊണ്ട് കുറേ കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ജനിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ കർമ്മം ചെയ്യുന്ന രീതിക്കാണ് ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ഒരു ആത്മീയ ജീവിതമുണ്ട്. അത് എന്നത് ഈ ഭൗതിക ലോകത്തിൽ താല്പര്യമെല്ലാം നശിച്ചവർക്കുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കിയിട്ട്, ആഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളോട് ആ ശക്തി പറയുകയല്ല, ഞാൻ ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കാൻ പോകുന്നു, അതിനുവേണ്ടിയാണ് നിന്നെ സൃഷ്ടിച്ചത്, നീ അതുകൊണ്ട് ഈ ജോലി ചെയ്യുക എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അത് ഈ കാര്യങ്ങളൊന്നും നമ്മളോട് പറയുന്നില്ല. നമ്മളൊരു ഞാനെന്നൊരു വികാരം ഉണ്ടാക്കിയിട്ട് നമ്മളുടെ അകത്ത് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തരും. അങ്ങനെ ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ അത് സാധിപ്പിച്ചെടുക്കുകയാണ് നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ. അപ്പം അതിന് ലോകം പുരോഗമിക്കണം, റോഡ് വെട്ടണം, അതിൻ്റെ പ്ലാനിൽ റോഡ് വെട്ടി പുരോഗതി ഉണ്ടാകണം. അപ്പം നമ്മളിൽ ഒരു ആഗ്രഹം ഉണ്ടാക്കും, ശമ്പളം കിട്ടാൻ ജോലിയുണ്ട്, അവിടെ പോയാൽ ജോലി കിട്ടും, റോഡ് വെട്ടുന്ന ജോലി കിട്ടും. അപ്പം നമ്മൾ അവിടെ ഓടും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ റോഡ് വെട്ടും. യഥാർത്ഥത്തിൽ നമ്മളെ സൃഷ്ടിച്ച റോഡ് വെട്ടാനാണ്, അത് ചെയ്യിക്കുകയാണ്. എങ്കിലും നേരിട്ടങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, നിന്നെ സൃഷ്ടിച്ച റോഡ് വെട്ടാനാണ് പോയി വെട്ടുന്നത്. അത് ചെയ്യുന്നില്ല. ഇങ്ങനെയൊരു കള്ളക്കളിയിലൂടെ, അതായത് ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടിക്കുകയാണ്. ഒരിക്കലും അത് നടക്കാനും പോകുന്നില്ല, ആഗ്രഹം സാധിക്കാനും പോകുന്നില്ല. റോഡ് വെട്ടൽ സാധിക്കില്ല എന്നല്ല, നമ്മളെ ആഗ്രഹങ്ങൾ ഒരിക്കലും 100% സാധിക്കില്ല. കാരണം റോഡ് വെട്ടുന്നവരെ പണത്തിന് വേണ്ടി നമ്മൾ ഓടും. ഇപ്പം പണം കിട്ടും, റോഡ് വെട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൃപ്തിയായോ എന്ന് ചോദിച്ചാൽ അടുത്ത പ്രാവശ്യം വേറൊരു ആഗ്രഹം ഉണ്ടാകും. പിന്നെ അതിൻ്റെ പിന്നാലെ ഓടും. അത് കിട്ടുമ്പോഴല്ലേ നമുക്ക് ആഗ്രഹം തീരുള്ളൂ. പിന്നെ അതിൻ്റെ പിന്നാലെ ഓടി ഒരു നാളിൽ ആ കർമ്മം തീരുമ്പോൾ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരിക്കാം. അടുത്ത നിമിഷം വേറെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ആഗ്രഹം ഉണ്ടാകും. യഥാർത്ഥത്തിൽ നമ്മൾ കുരങ്ങന്മാരെ മാതിരി കളിപ്പിക്കുന്നതനുസരിച്ച് പോകുന്ന മാതിരിയുള്ളൊരു ജീവിതമാണ്. അതുകൊണ്ടാണ് ഇതൊരു ശാശ്വതമായ ജീവിതം. ഇത് കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതമാണ്. നമ്മളെ പാടുപടിച്ച് ജോലി ചെയ്യിപ്പിക്കാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് ജീവിതാവസാനം വരെ തൃപ്തി കിട്ടാൻ പോകുന്നില്ല. പക്ഷേ അത് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കളിയിൽ നിന്നെല്ലാം മാറി നിന്നിട്ട് ദൂരെ പോയിട്ട് നിൽക്കുക. അപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമുക്കപ്പോൾ ഒരു കർമ്മവും ചെയ്യില്ല, നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഞാനെന്ന ചിന്ത തന്നെ ആദ്യം ഇല്ലാതാണ്. അങ്ങനെയുള്ളൊരവസ്ഥയുണ്ട്. അതാർക്കാണ് സംഭവിക്കുന്നത്? നമ്മളെ ജോലി തീർന്നാൽ മാത്രം. അപ്പം നമ്മളെ ജോലി എപ്പോഴാണ് തീരുന്നത്? ഇനി നമുക്ക് ആ ശക്തി തീരുമാനിക്കുകയാണ്, എൻ്റെ ജോലി, എന്നെ സൃഷ്ടിച്ച ജോലി ഏൽപ്പിക്കാറുണ്ട്, എൻ്റെ ജോലി തീർന്ന് ഇനി ഈ ജന്മത്തിലും ജോലിയില്ല, അടുത്ത ജന്മത്തിലും എനിക്ക് തരാനില്ലെങ്കിൽ പിന്നെ നമ്മളുടെ ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിരക്തി തോന്നും. ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് കർമ്മം ചെയ്യുന്നത്, വിരക്തി ഉണ്ടാകും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടും. ബ്രഹ്മമേ ശരണം. അപ്പം ഞാനെന്ന ചിന്തയങ്ങ് ക്രമത്തിൽ ഇല്ലാതെയാകും.
നമ്മളെ ശരീരങ്ങളെല്ലാം നിശ്ചലമാകും. അപ്പോൾ പിന്നെ ആ ബ്രഹ്മമേ ശരണം എന്ന് വെച്ചിട്ട് അതിൽ പോയിലേക്കും. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ കളിപ്പിക്കുന്ന ആ ശക്തി ആ ബ്രഹ്മമാണ്. അപ്പം അതാണ് ശാശ്വതമായ ജ്ഞാനം. ഇത് മായയിൽ അകപ്പെട്ടിട്ടുള്ള കർമ്മമാണ്. ഇപ്പം നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം രണ്ട് തരം വഴിയാണുള്ളത്. ഒന്നിക്കൽ മായയിൽ അകപ്പെട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഇതിൽ നിന്നെല്ലാം മാറിയിട്ട് ബ്രഹ്മസാക്ഷാത്കാരം, അതായത് ആത്മീയ വശത്തിലൂടെ ഇതിൽ നിന്നെല്ലാം വിട്ടിട്ട് പോവുക. ഈ രണ്ട് വഴിയേ നമുക്കുള്ളൂ. അതിൽ നമ്മളെ ജനിപ്പിച്ചത് കർമ്മം ചെയ്യിപ്പിക്കാനായതുകൊണ്ട് നമുക്കതിൽ നിന്ന് മാറാനൊന്നും പറ്റില്ല. ഈ നമ്മളെ ജോലി എപ്പം തീരുന്നു, അത് എപ്പം തീരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം മാത്രമേ അവർക്ക് മാത്രമേ ആത്മീയത പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അപ്പം നമ്മൾ വന്നിരിക്കുന്ന ഈ കർമ്മം ചെയ്യാൻ തന്നെ 99.9% ആൾക്കാർ ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിൽ നിന്ന് ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇവിടെ കർമ്മം ചെയ്യുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു ആകെ കഷ്ടപ്പാടാണ്. കാരണം ഒരിക്കലും നമ്മൾ ആഗ്രഹം തീരുമില്ല. ഒരാഗ്രഹം തീരുമ്പോൾ വേറൊരാഗ്രഹം ഉണ്ടാക്കും. ഒരു വീട് വെക്കണം തോന്നുമ്പോൾ ശരി വീട് വെക്കും. വീട് വെച്ച് കഴിയുമ്പോൾ അന്ന് കുറച്ച് സന്തോഷമായിരിക്കും. അത് കഴിഞ്ഞ് പിറ്റേത്തെ മുതൽ വേറൊരാഗ്രഹമായിരിക്കും. പിന്നെ അതിൻ്റെ പിന്നാലെ അടിക്കുക. അപ്പോൾ എപ്പോഴും ഓട്ടം തന്നെയല്ലാതെ അതുവരെ കഷ്ടപ്പാടായിരിക്കുമല്ലോ. വീട് വെക്കുന്നവരെയുള്ള കഷ്ടപ്പാട് നമുക്കറിയാമല്ലോ. അപ്പം മനസ്സിനൊരിക്കലും സമാധാനമില്ലാതെ ജീവിതമായിരിക്കും മരിക്കുന്നത് വരെ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് നമുക്കിതിൽ നിന്ന് മാറിക്കാനൊന്നും പറ്റില്ല. നമ്മൾ അപ്പോൾ ഈ ആത്മീയ ഭൗതിക ജീവിതം ഉപേക്ഷിച്ച് പറയുന്നതിന് അർത്ഥമില്ല. ഭൗതിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൽ നമ്മൾ പങ്കെടുത്തേ പറ്റൂ. ആ ശക്തി തന്നെയാണ് നമ്മളെ കൊണ്ട് ഇതല്ല. അതുകൊണ്ട് അതിന് വിലയില്ല എന്നൊന്നും അർത്ഥമല്ല. നമ്മളത് ചെയ്തേ പറ്റൂ. പിന്നെ എങ്ങനെ ചെയ്യണം? നമുക്ക് സമാധാനം കിട്ടാൻ എങ്ങനെ ചെയ്യണം? നിസ്വാർത്ഥമായിട്ട് ചെയ്യണം. ഈ സത്യം മനസ്സിലാക്കിയിട്ട് അതാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന നിലയിൽ, എന്നാ പിന്നെ ഇതാ ഞാൻ ചെയ്തു തരുന്നത്, നിന്റെ എല്ലാം നീ വിചാരിച്ച വഴിയാണ് നടക്കുന്നത്, എന്നാ പിന്നെ ഇതാ ഞാനങ്ങനെ ചെയ്തു തന്നേക്കാമെന്നുള്ള നിലയിൽ നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യണം എന്നാണ് പറയുന്നത് ഈ രണ്ട് മന്ത്രങ്ങളിലൂടെ. അപ്പോൾ ആദ്യം നമുക്ക് 9ാമത്തെ മന്ത്രം നോക്കാം. നൈഷ തർക്കേണ മതിരാപനേയ പ്രോക്താന്യേനൈവ സജ്ഞാനായ പ്രേഷ്ഠ യാം ത്വമാപ സത്യധൃതിർബദാസി ത്വാദൃങ്നോ ഭൂയാന്നചികേത പൃഷ്ഠ. അതിനാൽ നചികേതസേ, നിന്റെ പവിത്രമായ ബുദ്ധിയിലും നിർമ്മല നിഷ്ഠയിലും ഞാൻ സന്തോഷിക്കുന്നു. അത് തർക്കത്തിലൂടെ ലഭിക്കില്ല. പകരം മഹാത്മാക്കളുടെ തുടർച്ചയായ കൂട്ടുകൊണ്ടും അതിലൂടെയുള്ള ശ്രവണം മൂലവും ശ്രദ്ധിക്കുന്നു. അങ്ങനെയുള്ള നിഷ്ഠയാണ് ആത്മജ്ഞാനത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. നിന്നെ ഞാൻ ഇത്രയധികം പ്രലോഭിപ്പിച്ചിട്ടും നീ ദൃഢമായി നിന്നു. നമുക്ക് നിന്നെ പോലെ ചോദിച്ചു വാങ്ങുന്നവരെയാണിഷ്ടം. നചികേതസോട് പറയുകയാണ്, നചികേതസേ, നിന്റെ പവിത്രമായ ബുദ്ധി, നിന്റെ ബുദ്ധി നേർവഴിക്കായി. എനിക്ക് മനസ്സിലായി ഇതെല്ലാം മിഥ്യയാണ്. നിർമ്മല നിഷ്ഠയും നിന്റെ മനസ്സ് നിർമ്മലമായി. അതായത് മനസ്സിൽ പിന്നെ ആഗ്രഹങ്ങളൊന്നുമില്ല. ആഗ്രഹം എന്തുകൊണ്ടാണ്? ആരാഗ്രഹം ഉണ്ടാക്കുന്നത് ആ ശക്തി വിശേഷമാണ്. ആ ശക്തി വിശേഷമാണ് ഓരോ ആഗ്രഹം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഇവൻ്റെ ആഗ്രഹം തീർന്നു. ഇനി ഇവനെ കൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് മനസ്സിൽ ആഗ്രഹമില്ല. മനസ്സ് നിർമ്മലമായി. അത് തർക്കത്തിലൂടെ ലഭിക്കില്ല. അത് നമ്മൾ തർക്കത്തിലൂടെ എൻ്റെ മനസ്സ് ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കിട്ടാമാവുന്നില്ല. അതൊന്നും ആരെങ്കിലും പറഞ്ഞതുകൊണ്ടൊന്നും ഇല്ലാതെ ആവില്ല. എൻ്റെ ജോലി ഞാൻ ചെയ്ത് തീർത്തേ പറ്റൂ. എന്നെ ജനിപ്പിച്ചൊരുക്കുന്ന റോഡ് വെട്ടാനാണെങ്കിൽ ഞാനത് വെട്ടി തീർത്തേ പറ്റൂ. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും വന്നിട്ട് ഇതെല്ലാം വ്യക്തിയാണ്, നിന്നെക്കൊണ്ട് കളിപ്പിക്കുന്നതാണ്
നീ മിണ്ടാണ്ട് അതൊന്നും ചെയ്യാതെ നീ പോയിട്ട് സന്യസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പോകാൻ പോകുന്നില്ല. എനിക്കതിൽ നിന്ന് മുക്തിയില്ല. ആ ശക്തിയാണ് എന്നെ നയിക്കുന്നത്. അതുകൊണ്ട് അത് തർക്കത്തിലൂടെ ഒന്നും ലഭിക്കില്ല. ആ അവസ്ഥ തർക്കത്തിലൂടെയോ പഠിച്ചത് കൊണ്ടോ വിദ്യ ആരെങ്കിലും പറഞ്ഞത് കൊണ്ടോ പ്രഭാഷണം കേട്ടതുകൊണ്ടോ കിട്ടാൻ പോകുന്നില്ല. അത് കിട്ടണമെങ്കിൽ മഹാത്മാക്കളുടെ തുടർച്ചയായ കൂട്ടുകൊണ്ടും അതിലൂടെയുള്ള ശ്രവണം മൂലവും സിദ്ധിക്കുന്നു. ആ സത്യം മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയുള്ള മഹാത്മാക്കളുടെ അടുത്ത് പോയിട്ട് എപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെയൊന്നുണ്ട്. എല്ലായിടത്തോളം ഞാനെന്ന ചിന്ത വിടില്ല. ഈ ഞാനെന്ന ചിന്ത ആദ്യം ഇല്ലാതാകണം. എന്നിലുള്ള ആഗ്രഹങ്ങളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റണം. അത് പറ്റില്ല. പക്ഷേ ആർക്ക് പറ്റും? അല്പാൽപ്പം അവൻ്റെ ജോലി തീരുന്നവർക്ക്. ഇനി ജീവിതത്തിൽ കുറച്ച് ബാക്കി കർമ്മങ്ങളെ ബാക്കിയുള്ളൂ. അങ്ങനെ ജോലി തീരാൻ പോകുന്ന അവസ്ഥയെത്തുമ്പോൾ അപ്പോൾ നമുക്ക് നല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആൾക്കാരിൽ വിശ്വാസം വരും. അതുകൊണ്ടാണ് യുക്തിവാദികൾക്കൊന്നും ഇത് പറഞ്ഞാൽ തലയിൽ കയറാതെ. കാരണം അവർക്കെല്ലാം ഇന്നും കുറേ ജോലി കിടക്കുന്നുണ്ട്. അവരുടെ ചിന്ത ആ വഴിക്ക് പോവുകയില്ല. എന്നാൽ ആരിൽ അവരുടെ കർമ്മങ്ങൾ തീർന്നു, ഇനി പുനർജന്മത്തിൻ്റെ ആവശ്യം ഇന്നുമില്ല എന്ന് വരുമ്പോൾ, അതായത് ഒരാൾ റിട്ടയർ ആകാൻ പോകുമ്പോൾ അയാളുടെ ജോലിയെല്ലാം ഏകദേശം തീർന്നിട്ടില്ല, പിന്നെ അയാൾ സ്വതന്ത്രനാണ്. മനസ്സ് എല്ലാം ചിന്തിക്കുക, ഇനി എന്താണ്, ഇങ്ങനെയെല്ലാം ചിന്തിക്കാൻ അവർ പറ്റും. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇത്തരം ആത്മീയ പ്രഭാഷണങ്ങൾ നടത്തുന്ന മഹാത്മാക്കളുടെ തുടർച്ചയായ പ്രഭാഷണം കൊണ്ട് അവർ ക്രമത്തിൽ അതിലേക്ക് വരും. ആര്? കർമ്മം തീരാൻ പോകുന്നവർ. ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് ആ ശക്തി തീരുമാനിച്ച് അവൻ്റെ ജനനത്തിൻ്റെ ലക്ഷ്യമെല്ലാം അവൻ പൂർത്തീകരിച്ചു. എല്ലാ കർമ്മവും തീർന്നു കഴിഞ്ഞ് വയസ്സ് 35 ആയിട്ടുള്ളൂ. ഇനിയൊന്നും അവന് ചെയ്യാനില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവൻ സ്വാഭാവികമായി ഇത്തരം മഹാത്മാക്കളുടെ പിന്നാലെ പോയി ഇത് കേട്ട് 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 അതിലൂടെ ശ്രവണം മൂലവും സിദ്ധിക്കുന്നു. അങ്ങനെയുള്ള നിഷ്ഠയാണ് ആത്മജ്ഞാനത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ അവരുമായിട്ട് കേട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എന്ന് മനസ്സിലാക്കിയിട്ട്, അങ്ങനെയുള്ള നിഷ്ഠയാണ് ആത്മജ്ഞാനത്തിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. നിനക്ക് ഞാൻ ഇത്രയധികം പ്രലോഭിപ്പിച്ചിട്ടും നീ ദൃഢമായി നിന്നു. ഇപ്പം ഇവനെ ഒന്ന് ആദ്യം പരീക്ഷിച്ചു നോക്കി. ആര്? ഈ കാലം. നിനക്ക് അത് തരാം ഇത് തരാം എന്നെല്ലാം പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചു. എന്നിട്ടും അവൻ അതിനൊന്നും താല്പര്യമില്ല. അതായത് നമുക്ക് ഈ ലോകമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതായാൽ, എന്നിൽ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ഞാൻ കർമ്മത്തിന് പോകുന്നത്. ഒരാഗ്രഹം ഇല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞാലും ഞാൻ കർമ്മം ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ പരീക്ഷിച്ച് നോക്കി, ഇല്ല, നിനക്ക് പൂർണ്ണ വിരക്തി വന്നിരിക്കുന്നു. നിനക്ക് പൂർണ്ണ വിരക്തി വന്നിരിക്കുന്നു. നമുക്ക് നിന്നെ പോലെ ചോദിച്ചു വാങ്ങുന്നവരെയാണ് ഇഷ്ടം. അപ്പോൾ ചോദിച്ചു വാങ്ങണം ആത്മതത്വം. അതായത് ആരെങ്കിലും പ്രഭാഷണം നടത്തിയിട്ട് കേട്ടിട്ടല്ല വേണ്ടത്. നമ്മിൽ തന്നെ ചിന്തയുണ്ടാകും, ഈ ജീവിതം എന്ത്, ഇതിൻ്റെ അർത്ഥം എന്ത് എന്ന് തോന്നിയിട്ട് ചോദിച്ചിട്ട് ചെല്ലണം. മഹാത്മാരുടെ അടുത്തെല്ലാം പോയിട്ട് എനിക്ക് ഈ ജീവിതം മതിയായി, എനിക്ക് ഈ ജീവിതത്തിൽ ഒരർത്ഥവും കാണുന്നില്ല, ഭാര്യ മക്കൾ ഇതിലൊന്നും ഒരു താല്പര്യമില്ല, ജോലിയിലും താല്പര്യമില്ല, വീട്ടിലും താല്പര്യമില്ല എന്ന് അങ്ങോട്ട് പോയിട്ട് ഗുരുനാഥൻ, നല്ല അതിനുള്ള കഴിപ്പുള്ള ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് എനിക്കിനി എന്താണ്, എനിക്ക് ഈ ഭൗതിക ലോകം മതിയാക്കണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് ഇതെല്ലാം ഉപദേശിക്കേണ്ടത്. അല്ലാതെ പ്രഭാഷണം നടത്തിയിട്ട് ഒരുത്തരെ പിടിച്ചിട്ട് ജീവിതത്തിൻ്റെ ഇതെല്ലാം മിഥ്യയാണ്, അവിടെ നീ അങ്ങോട്ട് പോടൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നടക്കാനും പോകുന്നില്ല. ചോദിച്ചിങ്ങോട്ടിച്ച് വരും. ഗുരുവാണി ഇരുന്നാൽ മതി. ആത്മീയത പറഞ്ഞു കൊടുക്കുന്ന ഗുരു ഇങ്ങനെ മീറ്റിംഗ് ഒന്നും വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് തേടിയിട്ട് വരും. എനിക്ക് ജീവിതം മടങ്ങും, എനിക്കൊരു വഴി പറഞ്ഞു എന്ന് പറഞ്ഞ് വരും. എനിക്ക് ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, ഒന്നും വേണ്ട, സ്വത്തും വേണ്ട, എനിക്ക് ജീവിതം മടുത്ത് എന്നെ ഒന്ന് രക്ഷിക്കൂ എന്ന് ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഗുരു പറഞ്ഞു കൊടുക്കും. ഗുരു അടുത്തുകൂടി എപ്പോഴും ഗുരുവിൻ്റെ അപ്പുറം കൂടി നിന്ന് ഈ വേദതത്വങ്ങൾ, ഇവിടെ പറയുന്ന തത്വങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യാം?
ബ്രഹ്മസ്ഥാ അങ്ങോട്ടേക്ക് പോകാം. അവർക്കാണ് സന്യാസം ഉപദേശിക്കേണ്ടത്, ചോദിക്കുന്നവർക്ക് കൊടുക്കണം. ഇനി 10 എന്താണ് പറയുന്നത് നോക്കാം. ജാനാമ്യഹം സേവധിരിത്യ നിത്യം ന ഹ്യുധ്രുവൈ പ്രാപ്യതേ ഹി ധ്രുവം തതോ മയാ നാചികേതശ്ചിദോഗ്നിരനിത്യൈർദ്രവ്യൈ പ്രാപ്തവാനസ്മി നിത്യം. നചികേതസേ, ഈ ഭൗതിക ലോകത്തിലും പരലോകത്തിലും എത്രമാത്രം അമൂല്യമായ ഭൗതിക സുഖങ്ങൾ നേടിയാലും അവയെല്ലാം ഒരു നാൾ നശിക്കും. അതിനാൽ അവ അനിത്യമാകുന്നു. അത്തരം അനിത്യവസ്തുക്കളിൽ നിന്നും നിത്യവസ്തുക്കൾ ഒരിക്കലും ലഭിക്കില്ല. ഈ രഹസ്യത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അഗ്നിവിദ്യയിലൂടെയുള്ള ചില കർത്തവ്യ അകർത്തവ്യങ്ങൾ അനാസക്തനായും അഭിലാഷരഹിതനായും ചെയ്യുവാൻ ഉപദേശിച്ചത്. അനിത്യപദാർത്ഥങ്ങളോടുകൂടിയ കർത്തവ്യങ്ങൾ ഈശ്വര പൂജയ്ക്കായിക്കൊണ്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ പരമാത്മതത്വത്തെ പ്രാപിച്ചത്. ഇത് നിഷ്കാമഭാവത്തിൻ്റെ മഹിമ തന്നെയാണ്. ഇവിടെ പറയുകയാണ് 10 നചികേതസേ, ഈ ഭൗതിക ലോകത്തിലും പരലോകത്തിലും എത്രമാത്രം അമൂല്യമായ ഭൗതിക സുഖങ്ങൾ നേടിയാലും അവയെല്ലാം ഒരു നാൾ നശിക്കും. അപ്പം ഇവിടെ 2 തരം ലോകമുണ്ട്. സാധാരണ 2 തരം ലോകം മനുഷ്യർക്കുണ്ട്, 2 അല്ല. ഭൗതിക ലോകവും പരലോകവും എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ വരുന്നത് ചില കർമ്മങ്ങൾ ചെയ്യാനാണ്. കർമ്മങ്ങൾ ചെയ്ത് തീരുമ്പോൾ മരിക്കും. അപ്പം ഈ ശരീരം യഥാർത്ഥത്തിൽ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സംഗതി മാത്രമാണ്. യഥാർത്ഥത്തിൽ നാം എന്ന് പറയുന്നത് നമ്മിലുള്ള ആ ജീവനെ പ്രദാനം ചെയ്യുന്ന ശക്തി വിശേഷമാണ്. അതിനാണ് ആത്മാവ് എന്ന് പറയുന്നത്. അത് കർമ്മം ചെയ്യുമ്പോൾ നമ്മളെന്തൊക്കെ ഒരു ജോലി ചെയ്യേണ്ടിക്ക് കൊടുവാളെടുത്തിട്ട് ആ വെട്ടണ്ടിക്ക് കൊടുവാളെടുക്കണം. അതുപോലെ ആ ആത്മാവിന് കർമ്മം ചെയ്യേണ്ടിക്ക് ഒരു ശരീരം എടുത്തിട്ട് അതിന് യോജിച്ച ഒരു ശരീരം എടുത്തിട്ട് കർമ്മം ചെയ്യുന്നു. ആവശ്യം കഴിയുമ്പോൾ ശരീരം ത്യജിക്കുന്നു. അപ്പോഴുള്ള അവസ്ഥയാണ് പരലോകം. അപ്പം പിന്നെ ശരീരമില്ല. അപ്പം ഈ ആത്മീയ ലോകം വേറൊന്നാണ്. അതെന്ന് പറയുന്നത്, അപ്പം നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ ജനിക്കും മരിക്കുകയും ചെയ്യും. ശരീരം എടുക്കും, കർമ്മം ചെയ്യും, ശരീരം സ്വീകരിച്ചിട്ട് ഏത് കർമ്മമാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് ശരീരം സ്വീകരിച്ചിട്ട് കർമ്മം ചെയ്യും. ആവശ്യം കഴിയുമ്പോൾ ശരീരം കളയും. അപ്പോൾ എന്തിനാണ് കർമ്മം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആദ്യമുണ്ടായിരുന്ന നിർഗുണമായൊരു ബ്രഹ്മമായിരുന്നു. അതിനൊരു സുന്ദരമായ ലോകമുണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ ആ ലോകത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മനുഷ്യരായി ജനിച്ചിട്ട് മനുഷ്യരെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന ലോകമാണ് ഭൗതിക ലോകം. ഈ ഭൗതിക ലോകത്തിൽ അവസാനം ഒരു സുന്ദരമായ ലോകമുണ്ടാകും. അത് പൊളിച്ചു കിട്ടും. അവസാനം എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഉണ്ടാക്കും. ഉദാഹരണമായിട്ട് കുട്ടികൾ കടപ്പുറത്ത് മണ്ണിൻ്റെ ഒരു കെട്ടിടം ഉണ്ടാക്കും, പൊളിക്കും, പിന്നെയും ഉണ്ടാക്കും, പൊളിക്കും. അർത്ഥമില്ലാത്ത ഒരു കുട്ടികളുടെ കളിയാണ്. അതുപോലെ തന്നെ ബ്രഹ്മവും ഒരു ലോകമുണ്ടാക്കുന്നു. ലോകമുണ്ടാക്കുമ്പോൾ കുറേ അതുണ്ടാക്കുന്നു, കുറേ മനുഷ്യരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുന്നു, എന്നിട്ട് പൊളിക്കുന്നു, പിന്നെയും ഉണ്ടാക്കുന്നു. അപ്പം ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അതൊരു കളിമാതിരിയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഭൗതിക ലോകം എല്ലാ യഥാർത്ഥ ലോകം എന്ന് പറയുന്നത്. യഥാർത്ഥ ലോകം എന്താണ്? ആ നശിക്കാത്ത ഒരു ലോകമുണ്ട്. അതെന്താണ്? ബ്രഹ്മമാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ രൂപവും ഭാവവും ഇല്ലാതാണ് യഥാർത്ഥ ലോകം. അതാണ് ശാശ്വതം. ഈ ഭൂമിയായിട്ടുണ്ട് പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് നശിക്കുന്നത് അനിത്യമാണ്. അത് ഭൗതിക ലോകമാണ്. അപ്പം നമുക്കെപ്പോഴാണ് മറ്റേലേക്ക് പോകാൻ പറ്റുക?
നമ്മൾ ജനിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ്. ആ കർമ്മം എല്ലാം തീർന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ജനിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മളെ കർമ്മം തീരുന്നു എന്ന് വെച്ചോ, ഒരു 30 വയസ്സാകുമ്പോൾ കർമ്മം തീരുകയാണെങ്കിൽ പിന്നെ നമുക്ക് ജനിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം കർമ്മം എങ്ങനെയാണ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? നമ്മളിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും. ഒരാഗ്രഹം ഉണ്ടാക്കിച്ചിട്ട് നാം എന്നൊരു ചിന്ത ആദ്യം നമ്മൾ ഉണ്ടാക്കും, എന്നിട്ട് ആഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇനി കർമ്മം ചെയ്യാനില്ല, അടുത്ത ജന്മത്തിലും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ ഞാനെന്ന ഒരു ചിന്തയും കൂടി നമ്മളിൽ നശിക്കും. അതുകൊണ്ട് ഈ ലോകത്തോട്, ഈ ഭൗതിക ലോകത്തോട് താല്പര്യം നശിച്ചിട്ട് നമ്മളെവിടെയും വല്ല ഗുഹയിലാറ്റം പോയിരുന്ന് ഒറ്റക്ക് ആരും കൂട്ടുമില്ലാതെ ആരോടും മുരിയാടാതെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ അങ്ങ് പോകും. അതാണ് ആത്മീയ ലോകം. അതെപ്പോഴേ സംഭവിക്കുള്ളൂ? കർമ്മം തീരുമ്പോലെ സംഭവിക്കുള്ളൂ. എല്ലാത്തിടത്തോളം കാലം ഈ സൃഷ്ടിക്രമത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരാഗ്രഹം ഉണ്ടായിട്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുമ്പോൾ ഈ ആഗ്രഹം സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കർമ്മങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ചിലപ്പോൾ ലോക പുരോഗതിക്കും റോഡ് വെട്ടലായിരിക്കും നമ്മളെ ജോലി. അപ്പോൾ നമ്മളിൽ ഞാനെന്നൊരു ചിന്തയുണ്ടായി, റോഡ് വെട്ടിയാൽ ശമ്പളം കിട്ടും. ആ ചിന്തയോടുകൂടി നമ്മൾ പോയി റോഡ് വെട്ടുന്നു. അപ്പം ശമ്പളം കിട്ടുന്നു. ശമ്പളം കിട്ടുമ്പോഴും നമുക്കൊരു തൃപ്തിയുണ്ട്. ഒരു വീട് നമ്മൾ വെക്കുന്നു. വീട് വെക്കുമ്പോൾ നമുക്ക് തൃപ്തിയുണ്ട്. വീട് വെക്കുന്നത് വരെ വളരെ കഷ്ടപ്പാടാണ്. വെച്ച് കഴിയുമ്പോൾ സന്തോഷം ഉണ്ടാവും. ആ സന്തോഷം കുറച്ച് നേരത്തേക്കാണ്. നമ്മളൊരു പുതിയ കാറ് വാങ്ങിയാൽ ആ കാറ് വാങ്ങിയ സമയം തുടയ്ക്കും, വൃത്തിയെല്ലാക്കിയിടും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനുള്ള താല്പര്യമാണ്. പിന്നെ നമ്മളുടെ ചിന്ത വേറൊരു ആഗ്രഹത്തിലേക്ക് പോകും. നമ്മളെ കൊണ്ട് വേറൊരു കർമ്മം ചെയ്യിപ്പിക്കാൻ വേറൊരു ആഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാക്കും. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ എപ്പോഴും കഷ്ടപ്പാടിലായിരിക്കും, ദുരിതത്തിലായിരിക്കും. സാധിക്കുന്ന ലക്ഷ്യം സാധിക്കുന്ന സമയത്ത് മാത്രം ചെറിയൊരു സാനന്ദം കിട്ടും. അത് ശാശ്വതമല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഭൗതിക ലോകത്തിൽ എത്രമാത്രം അമൂല്യമായ ഭൗതിക സുഖങ്ങൾ നേടിയാലും അവയെല്ലാം ഒരു നാൾ നശിക്കും. അതുകൊണ്ടാണ് ചിലവർ പ്രേമിച്ച് ഭയങ്കര അതായിട്ട് നിൽക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പം പെട്ടിയും കുടുക്കിയെല്ലാം എടുത്ത് തിരിച്ചു വന്നെന്നും വരുന്നുണ്ട്. അതെല്ലാം ഒരു ശാശ്വതമായതല്ല. നമുക്കിപ്പം ബിരിയാണി കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കഴിക്കുന്ന സമയത്താണ് നമുക്ക് താല്പര്യമുള്ളത്. കഴിച്ചു കഴിഞ്ഞ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടാന്ന് തോന്നും. പിന്നെ കാണുമ്പം തന്നെ വിചാരിക്കും, ഇത് വെറുതെ കഴിച്ചാൽ, ചോറ് കഴിച്ചാൽ മതിയായിരുന്നു. അപ്പം എല്ലാം ഒരു കുറച്ച് നിമിഷത്തേക്കാണ്. പിന്നെ നമ്മുടെ താല്പര്യം വേറൊന്നിലേക്ക് മാറി. അപ്പം മാത്രം അമൂല്യമായ ഭൗതിക സുഖങ്ങളുണ്ടോ അവയെല്ലാം ഒരു നാൾ നശിക്കും. അതിനാൽ അവ അനിത്യമാണ്. അതൊന്നും നിത്യമായിട്ടല്ല. ഒരു സ്ഥിരമായി നിൽക്കുന്ന ഒരു സുഖമില്ല. ഒന്ന് കിട്ടുമ്പം വേറൊന്നിന് താല്പര്യം വരും. അത്തരം അനിത്യ വസ്തുക്കളിൽ നിന്നും നിത്യവസ്തുക്കൾ ഒരിക്കലും ലഭിക്കില്ല. ശാശ്വതമായ സുഖം കിട്ടുന്ന ഒരു വസ്തു ഈ ഭൗതിക ലോകത്തിലില്ല. അതുകൊണ്ടാണ് എത്ര കോടീശ്വരന്മാരായാലും അവരും അതൃപ്തരാണ്. പിച്ചക്കാരനും കോടീശ്വരൻ്റെയും മാനസികാവസ്ഥ ഒന്നുപോലെ തന്നെയാണ്. അവരൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. പിച്ചക്കാരന് കുറച്ചും കൂടി നല്ലത് കിട്ടണം. പിച്ചത്തട്ടി നിന്നാണ് തിന്നുന്നുണ്ടെങ്കിലും എപ്പോഴും എന്തോന്നിത്, എപ്പോഴും ചെറിയ അന്വേത്. ഒരു നല്ലൊരു ബിരിയാണീൻ്റെ പാക്കറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടാവാനാകട്ടെ. ഏറ്റവും വലിയ പണക്കാരനും അതേ തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. ഈ രഹസ്യത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അഗ്നിവിദ്യയിലൂടെയുള്ള ചില കർത്തവ്യങ്ങൾ അനാസക്തിയോട് കർത്തവ്യങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. അഗ്നിവിദ്യയിലൂടെ നിനക്ക് സ്വർഗം നേടാമെന്ന് ഉപദേശിച്ചിട്ടുണ്ട്. എന്താണ് അഗ്നിവിദ്യയിലൂടെ സ്വർഗം നേടുന്നത്? നമ്മളെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും? ഈ മരണമില്ലാതെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഈ മരണം ഇല്ലാതെ ഇരിക്കുന്നതായിരിക്കും നമ്മളെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അതിനുള്ള വഴിയും കൂടി നിനക്ക് ഞാൻ പറഞ്ഞു തന്നു. എന്താണത്? അഗ്നി ഉപയോഗിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകുക. സ്വർഗം എന്താണ്?
സൂര്യൻ്റെ ഭ്രമണം ആകർഷണ ബലത്തിന് പുറത്തുള്ള സ്ഥലങ്ങളെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഭൂമി, സ്വർഗം, പാതാളം. സൂര്യൻ്റെ ആകർഷണ ബലത്തിൽ നിന്ന് പുറത്ത് കിടക്കുക. അപ്പോൾ നമ്മൾ മരണം, പിന്നെ മരണമില്ല. നമ്മൾ ഇതേ അവസ്ഥയിൽ 30 വയസ്സിലാണ് സൂര്യൻ്റെ ആകർഷണ ബലം കടന്ന് സ്വർഗത്തിൽ അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് പോയതെങ്കിൽ പിന്നെ നമ്മുടെ വയസ്സപ്പോൾ 30 പിന്നെ നമുക്ക് ദാഹവും വിശപ്പും ഒന്നുമില്ല, വയസ്സും കൂടില്ല, അതേപോലെ നിൽക്കും. ആ വിദ്യയാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചത്. പക്ഷെ അത് ഭൗതിക ലോകമാണ്. ആ ഭൗതിക സുഖം പോലും ഞാൻ നിനക്ക് ഉപദേശിച്ചു, പക്ഷേ നീ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അവിടെ ഉപദേശിച്ചത് എന്തിനാണെന്ന് നമുക്ക് ചിലപ്പം തോന്നും, നചികേതസിനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്, ആഗ്രഹം ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നും. അത് കേൾക്കുമ്പോൾ ആ മരണമില്ല, അവിടെ സുഖമായിട്ട് ഇതേ വയസ്സിൽ നിൽക്കാമെന്നെല്ലാം കേൾക്കുമ്പോൾ ആഗ്രഹം ഉണ്ടായിട്ട് അതിൻ്റെ പിന്നാലെ പോകും. അപ്പോൾ ഭൗതിക ലോകത്തിൽ സുഖങ്ങൾ എന്തെല്ലാം, അതിൻ്റെ ഏറ്റവും മാക്സിമമായ സുഖമാണ് പറഞ്ഞത് ഈ സൂര്യൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ട് അവിടെ സുഖിച്ച് മരണമില്ലാതെ കഴിയാം. അതുപോലും നചികേതസിന് ആവശ്യമില്ല. അപ്പം നമ്മൾ ധരിച്ചത്, എല്ലാ ആത്മീയ പ്രഭാഷണങ്ങളിലും പറയുമ്പോൾ നമ്മൾ ധരിക്കുന്നത് എന്താ, അവന് ഈ ഭൗതിക ലോകത്തിൽ താല്പര്യമില്ല, വിരക്തി വന്നു, അത് ടെസ്റ്റ് ചെയ്യാനാണ്. എന്നാൽ ഇവിടെ അതല്ല പറയുന്നത്. ഈ രഹസ്യത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നശ്വരമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് അഗ്നിവിദ്യയിലൂടെ മരണത്തെ മറികടന്ന് സ്വർഗം നേടാം എന്ന ആ തത്വം ഞാൻ ഉപദേശിച്ചത്. അത് വെറുതെ നിന്നെ പരീക്ഷിക്കാനല്ല. മനുഷ്യന് 2 വഴിയാണുള്ളത്. ഒന്ന് ഈ ഭൗതിക ലോകത്തിൽ നേടാൻ പറ്റുന്ന ഏറ്റവും മാക്സിമമായ സുഖം നേടുക. നമ്മൾ ജനിച്ചത് ഭൗതിക ലോകത്തിലാണ്. ഈ കർമ്മത്തിൽ ചെയ്ത് പങ്കെടുത്തേ പറ്റൂ. അത് ഇല്ലാത്തതൊന്നൊന്നുമല്ല. പക്ഷെ അത് നിത്യമല്ല, എന്നും നിലനിൽക്കുന്നില്ല, അനിത്യമാണ്. പക്ഷെ ആ ലോകത്തിൽ നമ്മളെല്ലാം 99.9% ജീവികളും ജീവിക്കുന്നത് ആ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ആ ശക്തിക്ക് ഒരു വീടുണ്ടാക്കണം, ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം, പൊളിക്കണം, സുന്ദരമായ ലോകം ഉണ്ടാക്കണം, പൊളിക്കണം. അതിൽ കർമ്മം ചെയ്യാനാണ് നമ്മളെ ജനിപ്പിക്കുന്നത്. അപ്പം നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മളതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ സുഖമാണെങ്കിലും അത് അനുഭവിക്കാം. മരണത്തെ മറികടക്കുക എന്ന് പറഞ്ഞാൽ ശാശ്വതമാണത്. എത്ര കാലം ഭൂമി, പിന്നെ ഈ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം നശിക്കുന്നത് വരെ അവിടെ എങ്ങനെ ശാന്തതയിൽ നിൽക്കാം. അത് വേണ്ടവരെ ഉപയോഗിച്ചോട്ടെ. അത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചത്. നിനക്കതിന് താല്പര്യമില്ലെങ്കിലും ഇവിടെ ആ അവസ്ഥയെത്താതെ ഭൗതിക സുഖത്തിൽ ജീവിക്കുന്ന കുറേ ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് അത് ഉപദേശിച്ചത്. അവർ അത് കണ്ടെത്തിയിട്ട് അവിടെ പോയി രക്ഷപ്പെട്ടിട്ട് സുഖമായി മരണമില്ലാതെ കഴിയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞോട്ടെ എന്ന് ഉദ്ദേശിച്ചു കൊണ്ടാണ് ഞാനിത് ഉപദേശിച്ചത്. അല്ലാതെ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല. ആ രഹസ്യത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ, ഏത് രഹസ്യത്തെ, ഇതെല്ലാം മിഥ്യാലോകമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ മിഥ്യാലോകത്തിലെ ഏറ്റവും സുന്ദരമായ അഗ്നിവിദ്യ ഞാൻ ഉപദേശിച്ചത്. അതിൽ ചില കർത്തവ്യങ്ങൾ അനാസക്തനായും അഭിലാഷരഹിതനായും ചെയ്യാൻ ഉപദേശിച്ചത്. അപ്പം ഞാൻ എങ്ങനെയാണ് ഉപദേശിച്ചത്? നിന്നെ പരീക്ഷിക്കാനല്ല. ഇങ്ങനെ ചില അഗ്നിവിദ്യയുണ്ട് ഈ ഭൗതിക ലോകത്തിൽ. ശാസ്ത്രജ്ഞന്മാർക്ക് വേണമെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തിട്ട് ബഹിരാകാശത്ത് പോയിട്ട് മരണത്തെ മറികടന്നുകൊണ്ട് ജീവിക്കാം. അതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണം? അനാസക്തനായി, അതിലോട് ആഗ്രഹം കൊട്ടി. എനിക്കങ്ങനെ ആ നിലയിലല്ല, ശാസ്ത്രീയമായി ഭൗതിക ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതാവസ്ഥയിൽ നിങ്ങൾക്കെത്താം. ശാസ്ത്രലോകം എത്തുകയും ചെയ്യും. എനിക്ക് ഞാനത് ഉപദേശിച്ചു തന്നു. അതാണ് നമുക്ക് ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. മരണത്തെ മറികടക്കാനുള്ള വഴി കണ്ടെത്തിയിട്ടില്ല. അതുപോലും വേദങ്ങൾ ഉപദേശിക്കുകയാണ്. അപ്പം വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അതിനുള്ള ഏറ്റവും നല്ലൊരു സ്വർഗത്തിൽ പോയി മരണത്തെ മറികടന്ന് ജീവിക്കാനുള്ള വഴിയും ഞാൻ നിനക്ക് ഉപദേശിച്ചു തന്നു.
നീ അതും മനസ്സിലാക്കി. പക്ഷേ എനിക്കതല്ല വേണ്ടത്. എനിക്കെന്താണ് വേണ്ടത്? അതും ശാശ്വതമല്ല. ഏറ്റവും കുറേ കാലം നിലനിൽക്കുന്ന അതാണ്. ബാക്കിയുള്ള സുഖേലം വീട് വെക്കുക, കാറ് വെക്കുക, പെണ്ണ് വെക്കുക, ആ സുഖേലം കുറച്ച് നേരത്തേക്കാണ്. പക്ഷേ ഏറ്റവും വലിയ ഈ ലോകത്തിൽ നേടാൻ പറ്റുന്ന സുഖം, ആ ഭൗതിക സുഖം, അഗ്നിവിദ്യയിലൂടെ, റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് അഗ്നിയുടെ സഹായത്താൽ സൂര്യൻ്റെ ഭ്രമണപഥം കഴിഞ്ഞ് മറ്റേ ലോകത്തിൽ പോയിട്ട് ജീവിക്കുക. അവിടെ ശാശ്വതമായ ശാന്തിയുണ്ട്. പിന്നെ ദാഹവുമില്ല, ഒന്നുമില്ല, പ്രായവും കൂടില്ല. ഈ ലെവലിൽ നിങ്ങൾക്ക് അവിടെ ശാന്തമായിട്ട് കഴിയാം. പക്ഷെ അതും അനിത്യമാണ്. പ്രപഞ്ചം നശിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് ബ്രഹ്മത്തിൽ പോയേ പറ്റും. അതുകൊണ്ടാണ് അഭിലാഷരഹിതമായി ചെയ്യുവാൻ പറഞ്ഞത്. അത് ചെയ്യണ്ടെങ്കിൽ ആഗ്രഹങ്ങളെല്ലാം നശിക്കണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിൽക്കുന്നത് അവിടെ മരണവുമില്ല, ജനനവുമില്ല. മരണമെല്ലാം ഉണ്ട് എപ്പോഴും, ലോകം നശിക്കുമ്പോഴും. അതുവരെ ആയുസ് കൂടില്ല, ദാഹമില്ല, വിശപ്പില്ല, ഒന്നുമില്ല, ശാന്തത മാത്രം. ശാന്തത ലഭിക്കും. പക്ഷെ അതെന്ന് പറയുന്നത് അപ്പം അനാസക്തനായിട്ട് അഭിലാഷരഹിതനായി. പിന്നെയുള്ള അഭിലാഷങ്ങളൊന്നും പാടില്ല. ഈ ഭൂമിയിൽ വന്നിട്ടുള്ള അഭിലാഷങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ ഒരു ശാന്തമായ ഒരവസ്ഥയിൽ സുഖനിദ്രയിൽ പോലെ അവിടെ കഴിയാം. അനിത്യ പദാർത്ഥങ്ങളോട് കൂടിയ കർത്തവ്യങ്ങൾ ഈശ്വര പൂജക്കായി കൊണ്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ പരമമായ തത്വത്തെ പ്രാപിച്ചത്. ആ പരമമായ തത്വം പ്രാപിക്കുന്നത് ഈശ്വര പൂജക്കായി കൊണ്ട് അത് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീ പോകുമ്പോൾ യഥാർത്ഥത്തിൽ അതിൽ നിന്ന് നീ ഒന്നും തന്നെ നേടാൻ ഉദ്ദേശിക്കുന്നില്ല. നീ അവിടെ പോയാലും ശാശ്വതമായ ആ സത്യമാണ്, ആ പരമതത്വത്തെ തന്നെയാണ് അവിടെ പ്രാപിക്കുന്നത്. അത് നിഷ്കാമ ഭാവത്തിൻ്റെ മഹിമ തന്നെയാണ്. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് മനുഷ്യൻ പോകുന്നുണ്ടെങ്കിൽ എല്ലാം ത്യജിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ സൂര്യപരിധിയിൽ നിന്നിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ മനുഷ്യന് പിന്നെ എന്തില്ല? മരണമില്ല, എപ്പോഴും ശാന്തതയാണ്. പക്ഷെ അതിലേക്ക് പോകണ്ടെങ്കിലും നീ നിഷ്കാമഭാവത്തിൽ പോകണം. കാമത്തിനതായത് ഇവിടുത്തെ ഭൗതിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഈ ഭൂമിയിലുള്ള ഭൗതിക സുഖങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേണം നീ എവിടെ എത്താൻ? ആ സ്വർഗലോകത്തിൽ എത്താൻ. അവിടെ ശാശ്വതമായൊരു സമാധാനമുണ്ട്. നമുക്കും സമാധാനം കിട്ടും അവിടെ പോയാൽ. പിന്നെ ജനനവുമില്ല, മരണവുമില്ല, വിശപ്പുമില്ല, ദാഹവുമില്ല. അങ്ങനെ ഒരു പ്രതിമ കണക്കെ നമ്മൾ നിശ്ചലമായിട്ടങ്ങ് നിൽക്കും. നമ്മൾ ആയുസ് കൂടില്ല, ശാന്തതയാണ്. പക്ഷെ എന്തുണ്ട്? ഇവിടുന്ന് കുടുംബങ്ങളെയെല്ലാം വിട്ട് തന്നെ പോകേണ്ടി വരും. അപ്പം അതും നിഷ്കാമഭാവത്തിൽ തന്നെ ചെയ്യാൻ പറ്റും എനിക്ക് അവിടെ. എവിടെ? സ്വർഗത്തിൽ. അല്ലാതെ അതും വേറൊരു രൂപത്തിലുള്ള ഏറ്റവും മാക്സിമം ഭൗതിക ലോകത്തിൽ നേടാൻ പറ്റുന്ന വലിയ ഒരു ശാന്തത ലഭിക്കുന്ന ഒരു യത്നം തന്നെയാണ്. അത് ഞാൻ ആ നിലയിൽ തന്നെയാണ് നിനക്ക് ഉപദേശിച്ചത്. പക്ഷെ നിനക്കതല്ല വേണ്ടത്. നിനക്ക് വേണ്ടത് എന്താണ്? ഈ ലോകമേ വിട്ട് ബ്രഹ്മം എന്ന സത്യത്തിലേക്ക് പോവുക. ഇത് ആത്മീയ ലോകത്തിലേക്ക് പോവുക. ഇത് ഭൗതിക ലോകത്തിൻ്റെ ഏറ്റവും, മനുഷ്യന് ശാസ്ത്ര ലോകത്തിന് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്ഥാനമാണ്. ഈ ഭൂമി വിട്ട്, ഈ സൂര്യൻ്റെ ആകർഷണ ബലം വിട്ട് അതിനപ്പുറത്തേക്ക് പോവുക. അവിടെ ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ നിനക്കത് ഉപദേശിച്ചത്. വേണ്ടമെങ്കിൽ ശാസ്ത്രലോകത്തിനത് പ്രയോഗിച്ച് നോക്കാം. അവിടെ ശാന്തതയാണ്. പിന്നെ മരണമില്ല. എത്ര വരെ ആയുസ് കൂടില്ല. പക്ഷെ ദാഹവും വിശപ്പും ഒന്നും ഉണ്ടാവില്ല. ആ അവസ്ഥയിലായിത്തീരും. നമ്മുടെ വളർച്ച പെട്ടെന്ന് നിൽക്കും. ഒരു ശാന്തത തന്നെയാണ് അവിടെ കിട്ടുന്നത്. എത്ര വരെ? പിന്നെ പ്രപഞ്ചം, സൂര്യനും എല്ലാം കത്തിയെരിഞ്ഞ് ബ്ലാക്ക് ഹോൾ ആകുമ്പോൾ, ആ കൂട്ടത്തിൽ പ്രപഞ്ചം മുഴുവൻ കത്തിയെരിഞ്ഞ് പോകുമ്പോൾ
അന്നേരം മരണമുണ്ട്. അപ്പം അതും നിത്യതയല്ല. ശാശ്വതമായ നിത്യം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ വിരക്തി വന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മത്തെ, ശരീരത്തെ മുഴുവൻ ത്യജിച്ചിട്ട് ബ്രഹ്മത്തെ സ്ഥാപിക്കുക. പക്ഷെ ഇത് ശരീരത്തെ ത്യജിക്കുന്നില്ല, ശരീരത്തോടും കൂടി അവിടെ പോയിട്ട് ശാന്തമായിരിക്കുന്നതാണ് അഗ്നിവിദ്യയിലൂടെയുള്ള ആ ഒരു ശാന്തത ലഭിക്കൽ. അതാണ് ഭൗതിക ലോകത്തിൽ നേടാൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനം. ആ നിലയിലാണ് ഞാൻ നിനക്ക് ഉപദേശിച്ചത്. പക്ഷെ നീ അത് മനസ്സിലാക്കി. പക്ഷെ എനിക്കതല്ല വേണ്ടത്. ശരീരത്തെയും പോലും ധരിച്ചുകൊണ്ടുള്ള ഇത് ശരീരത്തോട്, ഉടലോടുകൂടി അവിടെ പോവുകയാണ്. സൂര്യൻ്റെ ആകർഷണബലത്തിന് അപ്പുറം, എന്നിട്ട് ശാന്തമായിട്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ മറ്റേത് ശരീരവും ബന്ധുക്കളെയെല്ലാം, മറ്റേതും ബന്ധുക്കളെല്ലാം ശ്രമിച്ചോണം, ശരീരത്തോടു കൂടി അവിടെ പോകും. ഇതാകട്ടെ നീ ആഗ്രഹിച്ചത് ശരീരത്തെ ത്യജിച്ചുകൊണ്ട്, എല്ലാം ത്യജിച്ചുകൊണ്ട് ബ്രഹ്മമായി തീരുക.